ഒറ്റ വില പറയുള്ളൂ 2,75,000. എന്താ 2,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ ഈ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത്രയും നീറ്റ് വണ്ടി 2,90,000 രൂപയ്ക്ക് കൊടുക്കാം. അതും 2,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് ഇത്രയും ക്വാളിറ്റി ഉള്ള ടൈപ്പ് 4 വരുന്ന 8 വണ്ടി 6 ലക്ഷം രൂപയ്ക്ക് മുതൽ കൊടുക്കും. അതായത് ആലോചിക്കണം 2018 മോഡല് XM 6 ലക്ഷം രൂപയ്ക്ക്. അതിന് ലോൺ വേണ്ട ആളുകൾക്ക് 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ നമ്മളെ ബാങ്കും കൊടുക്കാറ്. ഒരു റീപ്ലേസ് ഇല്ലാതെ ഗ്യാരണ്ടി 12,500 രൂപയ്ക്ക് നമുക്ക് 12,50,000 രൂപയ്ക്ക് G4 പേപ്പർ ആയത് ആകാത്ത കച്ചവടം ഞാൻ ചെയ്തില്ല. എന്താ ഇല്ലെങ്കിൽ തന്നെ നോക്കിയാൽ ആളുകളൊക്കെ മൊത്തം കാണും. ഒഴിഞ്ഞിരിക്കുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എവിടെയാണോ ക്വാളിറ്റി എവിടെ നല്ല വണ്ടി അവിടുന്ന് മുതലെടുക്കുള്ളൂ. അത്രേ ഉള്ളൂ. അണ്ടിന് ചോർക്കണ്ടാണെന്നോ ആൾക്കാർ വണ്ടി കൊണ്ടുപോകും. ആ കാലൊക്കെ കഴിഞ്ഞാണ് വിലയിൽ ഞാൻ കുറക്കണമെങ്കിൽ നമുക്ക് കയ്യിൽ എന്ത് ചെയ്യുള്ളൂ ചെയ്യാനേ ഉള്ളൂ. ഒരു ടൊയോട്ടയുടെ വണ്ടി എടുക്കുന്ന ആഗ്രഹിച്ച് നടക്കുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയെങ്കിലും ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ റെഡ് ബെൽ യൂസ് കാർസ്. മലപ്പുറം ജില്ലയിലാണ്, മോങ്ങത്താണ് റെഡ് ബെൽ സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഡൽഹിയിൽ പോലും കിട്ടാത്തൊരു വിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒറ്റ ഓഫറിൽ ഒരു കിടിലൻ ബെൻസ് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു 10-60 ഇന്നോവ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ഇന്നോവ ഇവിടുത്തെ ഒരിക്കലും തീരൂല കേട്ടോ. അതുപോലെ തന്നെ ക്രിസ്ത്യാണെങ്കിലും കുറച്ച് ചെറുവണ്ടികളൊക്കെ വേറെ ഉണ്ടാവും. മഴ വരുന്നുണ്ട് നൂർദീൻകാ. അതെ, സ്വാഗതം. നമ്മുടെ വണ്ടികളൊക്കെ സ്ഥിതി വണ്ടികൾ ഇഷ്ടം പോലെ ഇന്നോവ നമ്മള് പിന്നെ റെഡി സ്റ്റോക്ക് ഇഷ്ടം പോലെ 50ഓളം വണ്ടി ഉണ്ട്. പിന്നെ ക്രിസ്ത്യൻ പോർച്ചുഗലൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്. അപ്പൊ പിന്നെ ബെൻസും കൂടി ചെറിയ ചായന്റെ പൈസക്ക് ഒരു ബെൻസ് അതാണ് ഇന്നത്തെ ഓഫർ കേട്ടോ. അപ്പൊ എന്തായാലും മാക്സിമം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും പെട്ടെന്ന് കാണിച്ചു ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ആദ്യത്തെ വണ്ടിയിൽ നമുക്ക് നല്ല അടിപൊളി ഒരു വെള്ള ഇന്നോവ കാണിച്ചു തരാം. ഇത് ഏതാ മോഡല്? 2016 മോഡല് G4 റീ രജിസ്ട്രേഷൻ വണ്ടി. 16 G4 അല്ലേ? അതെ. നമുക്ക് പെട്ടെന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു. G4 കിലോമീറ്റർ 2016 ആണ് മോനെ. G4 ആണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതിനകത്തുള്ള കിലോമീറ്റർ 1,59,000 കിലോമീറ്റർ ആണ്. 159 അല്ലേ? ഇത് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ടയർ ഭാഗങ്ങളെല്ലാം അത് നമ്മൾ ഓരോ വണ്ടിയും പറയേണ്ട ആവശ്യമില്ല. എല്ലാ വണ്ടി മേജർ ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള ഒരു റീപ്ലേസ് ഈ വണ്ടിക്കില്ല. 16 ഈ ഫ്രണ്ടിൽ സാധനമൊക്കെ മാറിയ വണ്ടി എന്തൊക്കെ കൊടുക്കും? ഇത് നമ്മൾ 10 രൂപയുടെ വണ്ടിയാണ് 9 രൂപയ്ക്ക് കൊടുക്കാം. അത് എന്തെങ്കിലും കുറയും ചെയ്യും അല്ലേ? അതൊക്കെ ന്യായമായിട്ട് ഇനിയും ചെയ്തു കൊടുക്കും. ഇതാണെങ്കിലോ ഇതും അതുപോലെ തന്നെ മോനെ 2016 വണ്ടി തന്നെ. 16 വണ്ടി. ഇത് സിൽവർ ആണ്. ഇതിന്റെ ഗുണം എന്താ പറയുക, ഇവിടെ കിടക്കുന്ന ഒരുവിധം വണ്ടികളുടെ ഒക്കെ ടയർ ഭാഗങ്ങളുണ്ട്. അത്യാവശ്യം ഒരു 80% എന്തായാലും ഉണ്ട് അല്ലേ? ടയർ ഭാഗം എന്നല്ല, നമ്മളിപ്പോ ഒരു വണ്ടിയിൽ സീറ്റ് കവർ, നമ്മൾ എക്സ്ട്രാ ഒരു കസ്റ്റമർ എഞ്ചിൻ ഭാഗം, ഗിയർ ബോക്സ് ഭാഗം, മെക്കാനിക്കൽ ഭാഗം നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതേ ക്ലിയർ അല്ലാതെ നമ്മളൊരു വണ്ടി ഇവിടെ വെക്കാൻ വെക്കൂലല്ലോ. പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ഗ്രില്ല്, സ്റ്റീരിയോ, സീറ്റ് കവർ, ആൻഡ്രോയിഡ്, അലൈവ്സ്, ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ വണ്ടിക്കും നമ്മൾ ചെയ്തിട്ടേ വെക്കുള്ളൂ. പിന്നെ വേറെ കേസ് ഉണ്ടല്ല, നമ്മൾ ഓൾമോസ്റ്റ് 2 വർഷം ഇവിടെ വീഡിയോ ചെയ്യുന്നു. എത്രയോ വണ്ടികൾ എത്രയോ ആളുകൾ നമ്മുടെ അടുത്ത് വന്നു, കണ്ട് പരിചയപ്പെട്ട് എത്രയോ ആളുകൾ നമ്മുടെ അടുത്ത് വണ്ടി കൊണ്ടുപോയി. ആ ബന്ധങ്ങൾ ഇപ്പൊ നിലനിൽക്കണോലുണ്ട്. അങ്ങനെയുള്ള ഇതിന്റെ കണ്ടീഷൻസ് വരിക. ഇത് 16 കിലോമീറ്റർ. ഇതിനകത്തുള്ള കിലോമീറ്റർ മാത്രമേ ഞാൻ പറയുള്ളൂ. അത് ജെനുവിൻ ആണെന്നൊന്നും നമ്മൾ അവകാശപ്പെടേണ്ട. 1,75,000 കിലോമീറ്റർ. ഇവിടെ നിലവിൽ കിടക്കുന്ന വണ്ടികളൊന്നും കിലോമീറ്റർ ജെനുവിൻ ആണോ തന്നെ പറയും. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമ്മളതുപോലെ തന്നെ പോലെ 10 രൂപന്റെ വണ്ടി 9 രൂപയ്ക്ക് കൊടുക്കും. 9 രൂപ അല്ലെ? അതും 16 വണ്ടി അല്ലേ? 16 വണ്ടി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇതും അതുപോലെ തന്നെ 16. ഇത് നല്ല ഗ്രേ, കുറച്ച് ഡാർക്ക്, ഗ്രാനൈറ്റ് ഗ്രേ കളർ എന്ന് പറയുന്നത്. അതെ, ബോഡിയൊക്കെ നല്ല നീറ്റാണ് വണ്ടി. ഇതിൽ അഡീഷണൽ ഞാൻ പറഞ്ഞില്ലേ, പ്രൊജക്ടർ ലൈറ്റും ക്രിസ്റ്റലിന്റെ വീലും കാര്യങ്ങളും എന്താ പിന്നെ സ്പോക്കിന്റെ ഗ്രില്ലും എല്ലാ സാധനവും ഇതിലുണ്ട്. ഇപ്പൊ ഈ ഒരു ഗ്രില്ലാണ് മെയിൻ ആയിട്ട് ട്രെൻഡിങ്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്. ഉറുപ്പ് 9,000 കൊടുക്കണേ, 1,000 അല്ലല്ലോ, 9,000 കൊടുക്കണം. പിന്നെ റീപ്ലേസ് ഉണ്ടോ? മേജറും മൈനറും റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ മാത്രം ഇതിനകത്ത് ജെനുവിൻ അല്ല. ഒറ്റ ഓണർ ആയിട്ട് ഈ വണ്ടികൾ എടുക്കാൻ രണ്ടാമത്തെ ഓണറേ ആവുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. ശരി, വിലയോ? വില നമുക്ക് 9,000 രൂപ അതും കൊടുത്തു. 16 വണ്ടി എല്ലാം 9,000 അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ ഓരോ വണ്ടിക്കും ഓരോ കണ്ടീഷനല്ലേ. ഇതാ ഇതും 16 വണ്ടി. എന്താ എനിക്ക് ഇത്ര തിരക്കെന്ന് ചോദിക്കും. അല്ല, തിരക്കല്ല. നമ്മള് ഇതിൽ പിന്നെന്താ, നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയണ മാതിരി വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാ, നമ്മൾ 4 നമ്പർ കൊടുക്കേണ്ടത്. ഇതിൽ എല്ലാ നമ്പറിലും കാറ്റലോഗ് ഉണ്ട്. ഇത് വീഡിയോ എടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം, ഒക്കെ 15, 16. അതായത് ഇനോവ ഇപ്പൊ ശരാശരി 2008, 2009, 10 ഇല്ല, 11, 12, 13, 14, 15 എല്ലാ മോഡലും നമ്മുടെ അടുത്ത് റെഡി സ്റ്റോക്ക് ഉണ്ട്. ഈ സിൽവർ ഏതാ മോഡല്? ഇത് 2016 തന്നെ. 16 സെക്കൻഡ് ഓണർ, 1,89,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. വണ്ടി നല്ല ക്വാളിറ്റി അല്ല വണ്ടി. വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി എടുത്തിട്ട് പോകുന്ന ഒരാൾ ഇപ്പൊ സർവീസ് പോലും ചെയ്യാണ്ട് ഓടിച്ചുകൂടെ? ഞങ്ങളെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എല്ലാം A to Z ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെക്കുള്ളൂ. ആളുകൾ കൊണ്ടുപോയാണ്ട് പിറ്റേന്ന് കൊണ്ടുപോയിട്ട് ആ പണി ഈ പണി നമ്മളെ വിളിക്കാൻ പാടില്ലല്ലോ. മറ്റേ പകുതി പൈസ വണ്ടി കൊണ്ടുപോകാനൊക്കെ ധൈര്യം പറയുന്നത്. അത് എല്ലാ വീഡിയോയിലും നമ്മൾ പറയണല്ലോ. ഏത് വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് എടുത്താലും പകുതി പൈസ തരാം. പകുതി പൈസ എന്നാൽ അവർക്ക് വണ്ടി കൊണ്ടുപോകാം. ഒരാഴ്ച പോലും ഉപയോഗിച്ചിട്ട് റാഹത്താണെങ്കിൽ ബാക്കി പൈസ തന്നാൽ വണ്ടി ഒരാഴ്ച ഉപയോഗിച്ചവർക്ക് ലാഭം.
അത് അതിന്റെ കണ്ടീഷൻ. പക്കയാണെങ്കിൽ മാത്രം പൈസ തന്നാ അല്ലേ? 100%. അതായത് നമ്മളെടുത്ത് നിന്ന് വണ്ടി കൊണ്ടുപോകുന്നത് എഞ്ചിന്, ഗിയർ ബോക്സ്, മേജർ ആക്സിഡന്റ്, ചില്ലറ തലവേദനയും പനിയും ഇതൊക്കെ മനുഷ്യന് സ്വാഭാവികമാണല്ലോ. എന്ന രീതിയിൽ നമ്മളൊരു ബ്രേക്ക് പേഡ് അല്ലെങ്കിൽ ഒരു ബുഷ്, ഒരു ഷോക്കപ്പ്, ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ളതാ. എഞ്ചിന്, ഗിയർ ബോക്സ്, ചേസ്, നോക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ അതടക്കം നന്നാക്കി നമ്മൾ കൊടുക്കും. അല്ല, അതങ്ങനെ ഒരാളിപ്പോ ഒരു കസ്റ്റമർ ഓടിച്ചിട്ട് ആ സൗണ്ട് ഉണ്ട് ഇതൊന്നും ഉണ്ടായിട്ടല്ല പറയുന്നത്. ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്താ പറയുക, മാക്സിമം ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, നമ്മൾ എപ്പോഴും ജെനുവിൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാ. അതെ അതെ, ഇതും 9 തന്നെയാ, 9,500 രൂപയ്ക്ക് ഇതും കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഒരു വെറൈറ്റി കളറാണ്. ഇത് വെറൈറ്റി പിന്നെ കളർ കോഫി കളറാണ്. ഇത് മോഡൽ ഏതാ? ബ്രൗൺ സ്ക്രേ എന്ന് അതിന് പറയാം. ബ്രൗൺ സ്ക്രേ 2015 വി വണ്ടി. 15 അല്ലേ? ഒരു എന്താ പറയുക, ഒരു ലിമിറ്റഡ് സാധനം കേട്ടോ. ലിമിറ്റഡ് സാധനമാണ്. ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളും നല്ല പിന്നെ സ്റ്റീരിയോ കമ്പനി ഉണ്ട്. പിന്നെ സീറ്റ് കവർ കാര്യങ്ങൾ, ബാക്ക് സ്കേർട്ട്, അങ്ങനെ ഓരോ സംഗതികൾ പറയുമ്പോൾ ഒരുപാട് സംഗതികൾ അഡീഷണൽ പറയാം. എല്ലാത്തിനും സീറ്റ് കവറൊക്കെ ഒരേപോലെ മിക്കവാറും നല്ല നമ്മൾ ചെയ്ത് തന്നെ. അതെ, അതൊക്കെ നമ്മൾ ചെയ്തിട്ടേ വെക്കുള്ളൂ ഇവിടെ. അല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഓരോന്ന് എടുത്തെടുത്ത് കാണിക്കാം. അതിന്റെ ആവശ്യമില്ല. അത് ഇങ്ങനെ പറഞ്ഞാണ്ട് ജനങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അതെ, ഇതിപ്പോ 15 വി വണ്ടി കിലോമീറ്റർ 15 വി വണ്ടി ഇതിനകത്തുള്ള കിലോമീറ്റർ 1,45,000 കിലോമീറ്റർ ജെനുവിൻ അല്ല പറഞ്ഞാണ് കൊടുത്തത്. വില നമുക്ക് 10,000 റുപ്യന്റെ വണ്ടിയാണ്. 9,000 റുപ്യക്ക് 15 വി വണ്ടി കൊടുക്കും. 1,24,000 റുപ്യ ടാക്സ് അടിച്ചാണ് ഈ വണ്ടിക്കൊക്കെ. 15 ഇന്നോവക്ക്. ഇത് റീപ്ലേസ് ചെയ്യാൻ ഉറപ്പല്ലേ? റീപ്ലേസ് ഒന്നുമില്ല, നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഇതാണെങ്കിലോ? ഇതും 2015 വി വണ്ടി. 15 വി അല്ലേ? അത്യാവശ്യം നല്ല നീറ്റാണ് വണ്ടി. 15 പേൾ സിൽവർ വണ്ടി. അലവീലും കാര്യങ്ങളൊക്കെ. അതെ, ഇത് കമ്പനി അലവീൽ ഒഴിവാക്കി ക്രിസ്റ്റലിന്റെ വീല്, അതുപോലെ അഡീഷണൽ ഗ്രില്ല്, ബാക്ക് സ്കേർട്ട്, പ്രൊജക്ടർ ലൈറ്റ്, ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ A to Z ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെ അതെ, വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. ബോഡി ഒക്കെ ഓക്കെയാണ്. 15 വി വരുന്ന ആളുകൾ എന്താ പറയുക, ഇതാ ഇപ്പൊ നമ്മൾ എന്നോട് പറയാം, ഇത് നമ്മളടുത്തേക്ക് ഇത് വണ്ടിക്ക് വരണോ മഞ്ചേരി ചന്തയ്ക്കോ എടക്കര ചന്തയ്ക്കോ വരുന്ന മാതിരി ഇതൊക്കെ പാടെ കാണുമ്പോൾ ഒരു ഹായ് കിട്ടൂല. ഒരു വണ്ടി ഇങ്ങനെ നമ്മൾ നിർത്തി അതിങ്ങനെ കേക്കി തുടച്ച് മേക്കപ്പ് ചെയ്ത് കൺവെൻസ് ഇടുമ്പോൾ വണ്ടിന്റെ ഒരു ചൊർക്ക് തോന്നുള്ളൂ. ഇതെല്ലാം കൂടി കണ്ടാ വട്ടായി പോലെ. കൺഫ്യൂഷൻ ആവും ജനങ്ങൾക്ക്. ഇത് അങ്ങനെയല്ല. ഇതിപ്പോ നമ്മളൊരു വണ്ടി കൊടുത്താൽ മാറ്റി നിർത്തി ഒന്ന് സർവീസും പോളീസും ചെയ്യുമ്പോഴേ വണ്ടിന്റെ ചൊർക്ക് കാണും. ഇതിങ്ങനെ നിരന്ന് കിടക്കല്ലേ, അപ്പൊ അവരൊരു ഹായ് കിട്ടൂല. അതായത് മീൻ മാർക്കറ്റിൽ പോയ അവസ്ഥ. കറക്റ്റ്. എന്താ വില? ഇത് നമ്മള് 15 വി വണ്ടി 10 റുപ്യ ആസ്ക് ചെയ്യും. മാന്യമായ ലെവലിൽ നമുക്ക് ചെയ്തു കൊടുക്കും. ശരാശരി നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്നോവ ആണെന്നുണ്ടെങ്കിൽ ബാങ്കാണ് ലോൺ കൊടുക്കണേ, ഞാനല്ല. 1 റുപ്യ 1.5 റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ടായാൽ എന്ത് ചെയ്യും, ഇന്നോവ കൊടുക്കും. ഇനി ഇന്നോവന്റെ ആവശ്യക്കാർക്ക് വേണം. എന്റെ അടുത്ത് 3 വണ്ടി ഇപ്പൊ റെഡി സ്റ്റോക്ക് ഉണ്ട്. 2016 വണ്ടി 10 വന്നതിൽ നമ്മളെ 7 കൊടുത്തു, 3 ബാക്കിയുണ്ട്. ഫുൾ ലോണിൽ കൊടുക്കും. അപ്പൊ ഞാൻ ഇവിടെ നിർത്താൻ സ്ഥലം ഇല്ലാത്തതൊക്കെ ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല. ഫുൾ ലോണിൽ 2016 ഇന്നോവയും കൊടുക്കും, ഫുൾ ലോണിൽ 2015. അതായത് 2006 മുതൽ 2016 വരെ ഇന്നോവന്റെ എന്ത് ആവശ്യത്തിനും വരാം. ടയോട്ട ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ, ഇതിപ്പോ നമ്മളൊരു ബ്രാൻഡ് ആണല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ വീണ്ടും ഇന്നോവന്റെ എന്ത് ആവശ്യത്തിനും വരാം. എന്തായാലും സംശയം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അടുത്ത് 3 ലക്ഷം റുപ്യ തൊട്ടാണ്ട് 2.25 തൊട്ട് നമ്മുടെ അടുത്ത്. അടിപൊളി. ഓക്കെ, അപ്പൊ ഇതാണെങ്കിലോ? ഇത് 15 വി വണ്ടി തന്നെ. 15 വി ആണ്. 15 വി. ഇത് കിലോമീറ്ററോ? 15 വി വണ്ടി. ഇത് കിലോമീറ്റർ ജെനുവിൻ ആണ്. 2,50,000 കിലോമീറ്റർ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് അതുപോലെ തന്നെ മോനെ 10 ലക്ഷം റുപ്യ നമ്മൾ ചോദിക്കും. ഇത് സെഡ് ആണ് വണ്ടി കേട്ടോ, വി അല്ല. 15 സെഡ് ആണ്. 10 ലക്ഷം റുപ്യ നമ്മൾ ചോദിക്കും. ന്യായമായ വിലയിൽ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം. സിൽക്കി ഗോൾഡോ? സിൽക്കി ഗോൾഡ് 2015 G4 തന്നെയാണ്. 2015 G4 1,41,000 കിലോമീറ്റർ ജെനുവിൻ സർവീസ് ഉള്ള വണ്ടിയാണ്. ഒരു അപാകതയില്ലല്ലോ. അപാകതകൾ മേജർ. പിന്നെ ഈ അപാകതന്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ട, കസ്റ്റമറെ കൺഫ്യൂഷൻ ആക്കരുത്. നമ്മൾ തന്നെ പേസ് കാണിച്ചു കൊടുത്തോ ജനങ്ങൾക്ക്. നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെറിയൊരു ബമ്പർ മാറി അല്ലെങ്കിൽ ഒരു ലൈറ്റ് മാറി, ഇതൊന്നും മേജർ കേസല്ല. മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അടിച്ചിട്ട് പിന്നെ എന്താ പറയാ, ബോണറ്റ്, അപ്രോണ് കാര്യങ്ങൾ. ഒരു വണ്ടിന്റെ റേഡിയേറ്റർ കമ്പനിയിൽ നിന്ന് മാറും. റേഡിയേറ്റർ മാറുന്നത് നല്ലത്. എന്താ അതിന് കേട്? 2015 വണ്ടി ഇപ്പൊ 10 ഒരു വണ്ടിന്റെ റേഡിയേറ്റർ കൊണ്ടെടുക്കാൻ പറ്റൂല. അത് കാൽമണിയത്തിന്റെ സാധന. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചൂടാവില്ല. അല്ല, ഞാൻ ഇവിടെ വരുന്നവരോട് നമ്മൾ പറയൽ എന്താ മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബമ്പർ മാറുക, അല്ലെങ്കിൽ റേഡിയേറ്റർ മാറുക, അല്ലെങ്കിൽ ഒരു ഹെഡ്ലൈറ്റ് മാറുക മേജർ അല്ല. മേജർ എന്ന് പറഞ്ഞാൽ അപ്രോൺ വർക്ക് എടുക്കുക, അല്ലെങ്കിൽ എഞ്ചിൻ പാർട്സ് മാറുക, ചേസ് മാറുക, അല്ലെങ്കിൽ ബാക്ക് നന്നായിട്ട് തട്ടി തൂഫാനാകുക. ഇതാണ് മേജർ. ഈ ഫുൾ കവർ എന്റെ അടുത്ത് നിന്ന് ഏത് വണ്ടി എടുത്താലും ഇൻഷുറൻസ് ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുത്ത് കൊടുക്കുക. എത്ര വിലക്കാണോ വണ്ടി വിൽക്കണം ആ വില ആ വണ്ടിന്റെ ഇൻഷുറൻസ് IDV വണ്ടിക്ക് കൊടുക്കുക. അതായത് ഇൻഷുറൻസ് ഡിക്കേഡ് വാല്യൂ ആണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്ത് ചെയ്യും, ഈ വണ്ടിക്ക് എന്തെങ്കിലും തട്ടുമുട്ടും വരുമ്പോ ഇൻഷുറൻസ് ഈ ഫുൾ കവർ എടുക്കുന്ന വണ്ടിക്ക് എന്തെങ്കിലും ക്ലെയിം ഇട്ടാനാ? അങ്ങനെ ഉണ്ടല്ലോ. കഴിഞ്ഞോ? അല്ല, പലരും കമന്റ് ചെയ്യും. എന്താണെന്നറിയോ, ഇതൊന്നും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, അത് തട്ടിയിട്ടുണ്ടോ മുട്ടിയിട്ടുണ്ടോ ഒന്നും അറിയില്ല, ഇതൊരു രക്ഷയില്ല. ഇപ്പൊ ഇതിൽ ചോദിച്ചില്ലെങ്കിൽ കറക്റ്റ് ഇത് ഇവിടെ കമന്റ് ഉണ്ടാവും. അല്ല, ഇത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മളെ കയ്യിൽ നിന്ന് ഏത് വണ്ടി എടുക്കണം. ഇപ്പൊ ഇത്രയും വണ്ടി ഞാൻ പറഞ്ഞോട് ഇതിന്റെ മുമ്പിൽ വീഡിയോയിൽ പറഞ്ഞതാണ്.
കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട് എനിക്കറിയോ? എത്ര കോടി ജനങ്ങളുണ്ട്? 3.5 കോടി. എത്ര കോടി വണ്ടി ഉണ്ട് എനിക്കറിയോ? ഏകദേശം 2 കോടി വണ്ടി ഉണ്ട്. അപ്പൊ ഏകദേശം 3/4 ആൾക്ക് ഒരു വണ്ടി എന്നുള്ള കണക്ക്. ഒരാൾ ഫുള്ളാവൂല, 3/4 ആൾക്ക് ഒരു വണ്ടി എന്നുള്ളവർക്ക് വണ്ടി ഉണ്ട്. അപ്പൊ അത്രയും തിരക്ക് കൂടെ ഓടുന്ന വണ്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ചെറിയ ഒരേലും പിടിക്കലൊക്കെ ഉണ്ടാവും. വേറെ കേസ് ഉണ്ട്, ഈ ചേസു കാര്യങ്ങളൊന്നും പ്രശ്നം വരാത്തൊരു വണ്ടിയാണെങ്കിൽ ഇപ്പൊ റേഡിയേറ്റർ മാറിയാൽ പുതിയതല്ലേ വെക്കുന്നല്ലേ? അത് ഏത് വണ്ടി ആയാലും ഇപ്പൊ നമ്മളെന്താ പറയുക, ഒരു ബമ്പറോ ലൈറ്റോ മാറണ നല്ലതാ വണ്ടിക്ക്. പുതിയതല്ലേ വെക്കുന്നത്? പുതിയ സാധനം വെക്കണേ. പിന്നെ എന്താ പറയുക, ഇത് റീസെയിലിൽ വരുമ്പോ അത് മാറി ഇത് മാറിയാണ് ജനങ്ങൾ ചടപ്പിക്കും. അങ്ങനെയൊന്നും പറയില്ല. എന്തിനാ പറയേണ്ട ആവശ്യം? നമ്മളെ പറയില്ല. നമ്മൾ ഇതാ ഇനിയിപ്പോ നമ്മളെ വീഡിയോയിൽ കാണുന്നത് നമ്മൾ പറയുന്ന വിലയിൽ കുറച്ച് ഒരു 25 റുപ്യ കുറച്ച് നിങ്ങളടുത്ത് വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടും മേടിക്കും. അതൊരു വെല്ലുവിളി അല്ല. നമ്മൾ കച്ചവടക്കാരനല്ലേ. അപ്പൊ പുറത്ത് വണ്ടി കുറവാ, എക്സ്ചേഞ്ച് കൊടുക്കും അല്ലേ? എക്സ്ചേഞ്ച് കൊടുക്കും. നമ്മൾ പറയുന്ന വിലയിൽ കുറച്ച് നിങ്ങൾക്ക് തോന്നുന്ന ഒരു 25 റുപ്യ കുറച്ച് ഈ ക്വാളിറ്റി ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും. അതിന് നമ്മളെ വിളിക്കട്ടോ. കസ്റ്റമേഴ്സിനോട് നമ്മളൊരു പ്രത്യേക ഒരു അഭ്യർത്ഥനയായിട്ടാണ് കസ്റ്റമറെ എടുക്കേണ്ടത്. ഇതിന്റെ വില ഇത് നമ്മൾ അതുപോലെ തന്നെ മോനെ ഒരു 8,75,000 റുപ്യക്കാണ് കൊടുക്കുക. 15 വണ്ടിയാണ് കൊടുത്തു വിടുക. അതുപോലെ തന്നെ ഈ ഗ്രേ വണ്ടി പോലെ 2015 തന്നെയാണ്. 15 നമുക്ക് എന്ത് ചെയ്യാം, 8.25 റുപ്യക്ക് കൊടുക്കാം. G4 വണ്ടിയാണ്. പിന്നെ വീന്റെ അലവിയിലും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഇതും അതുപോലെ തന്നെ 15 G4 ആണ്. 8,75,000 റുപ്യക്ക് ഇതും കൊടുക്കാം. ഇത് വെള്ള 2015 വണ്ടി. വല്ല ടാക്സിക്കാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മോനെ ടാക്സി വെള്ളം മാത്രമേ പറ്റൂ. അല്ല, 7 സീറ്റ് വണ്ടി. ടാക്സി എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് കളറാണ്. അല്ലാതെ ടാക്സിക്കാർക്ക് ചുവപ്പും കറുപ്പൊന്നും പറ്റൂല. വൈറ്റ് ആണ് സ്റ്റാൻഡേർഡ് വണ്ടി. ഇത് നമുക്ക് എന്താ ഒറ്റ വിലയാൻ പറയുള്ളൂ. 8 ലക്ഷം റുപ്യക്ക് ഇത് കൊടുക്കാം. 15 G4 ഇന്നോവ 8 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. അല്ല, ഇനി നെഗോഷ്യബിൾ പറയാൻ പറ്റുമോ? നമ്മൾ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 1,63,000 കിലോമീറ്റർ. അതൊന്നും ജനുവിന് നമ്മൾ പറയണ്ട. പിന്നെന്താ പറയുക, ഈ കിലോമീറ്റർ സർവീസ് എന്നുള്ള പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്നോട് പറയാം, 2018 തൊട്ട് 7 കൊല്ലമായിട്ട് ഞാൻ എന്റെ കയ്യിൽ എന്റെ സ്വന്തം ട്യൂസ് ഞാൻ കൊണ്ടെടുക്കണ മനസ്സിലായി. ഞാൻ എന്റെ കയ്യിൽ പെൻസും BMW ഒന്നുമില്ല. ഞാൻ 2018 തൊട്ട് എന്റെ ട്യൂസാ കൊണ്ടെടുക്കല്. നമ്മക്കത് നമ്മളെ പടക്കുതിര രാജാവ് അല്ലാതെ ദുനിയാവ് കൊടുക്കും. ഞാൻ അതിൽ പോകും. ഇന്നേ വരെ ഒരു പഞ്ചർ വരെ നമ്മളായിട്ടില്ല. ഇന്നേ വരെ ഞാൻ ടയോട്ട സർവീസ് കെട്ട് കൊണ്ടുപോയിട്ടില്ല. ഞാൻ എല്ലാ 10,000 കിലോമീറ്റർ അപ്പൊ ഈ പ്രോപ്പർ സർവീസിൽ വലിയ കാര്യമൊന്നുമില്ല. വണ്ടി ഷോറൂമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മാക്സിമം ഒരു കസ്റ്റമർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ആദ്യം കോച്ചിങ് കൊടുക്കണത്. ഈ ടെക്കും ബിടെക്കും മറ്റേ പിന്നെ ITയും കഴിഞ്ഞാണ് നേരെ ഷോറൂമിക്കാണ് ചെല്ലുക. എന്നിട്ട് ഇപ്പൊ ഒരു തലക്കെന്നാണ്ട് ഇട്ട് കൊടുക്കാണ്. നെട്ട് ബോൾട്ട് മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാണ്. ഈ പഴയ ഷേപ്പ് വണ്ടിയാണെങ്കിലോ? പഴയ ഷേപ്പ് വണ്ടി നമ്മൾ ഇതിന്റെ മുന്നേ വീഡിയോയിൽ കാണിച്ചതാണ്. ഇത് നമുക്ക് 2008 വണ്ടി. ഇത് സെയിൽ ആവാത്തല്ല പോലെ. ഇതിന് നമ്മളൊരാൾ 30,000 റുപ്യ അഡ്വാൻസ് ഒന്ന് പോയതാ. അപ്പൊ ആ ഒരു മൊയിലാരെ മൂപ്പരെ അടുത്ത് ബാക്കി പൈസ ഉണ്ടായില്ല. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. മൂപ്പരെ പൈസ ഞാൻ തിരിച്ചു കൊടുക്കാം. അന്ന് നമ്മൾ 290 കൊടുത്ത്. ഇതൊരൊറ്റ ഓഫർ ഇട്ട് പറഞ്ഞു കൊടുത്താൽ 2.25 റുപ്യക്ക് കൊടുത്താൽ 2008 ഒറിജിനൽ കേരള വണ്ടി. വലിയ ഹൈ ക്വാളിറ്റി ഹൈ ക്രൂസ് വണ്ടി ഒന്നും അല്ല കേട്ടോ. 2008 അപേക്ഷിച്ച് അതെ 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 അതൊന്നും പ്രശ്നമാക്കേണ്ട സംഗതികളല്ല. ഇത് 2011 V വണ്ടിയാണ്. നമുക്ക് 5.5 റുപ്യക്ക് കൊടുക്കാം. 5.25 റുപ്യക്ക് കൊടുത്ത് 11 V വണ്ടി ഇന്റർകൂളർ വണ്ടി റീ വണ്ടി ഇട്ടാ. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്നാണ് ഒറ്റ ഓണറിലായി വണ്ടി കിടക്കുന്നത്. അപാകത എന്ന് പറഞ്ഞാൽ എന്തായാലും ഉണ്ട് ഇതിന്. ബോണറ്റ് മാറി, ബമ്പർ മാറി, ഹെഡ്ലൈറ്റ് മാറി. അതെ, 2011 ഇത് ഫുള്ള് മാറിയതാണ്. മേജറും ഒന്നുമില്ല. ഇത് ചെറിയൊരു ചായക്കായിന്റെ അൾട്ടക്കുട്ടിയാണ്. ഡ്രൈവിംഗ് ഒക്കെ പഠിക്കേണ്ടവർക്ക് നമുക്ക് 70 റുപ്യക്ക് മുതൽ കൊടുക്കാം. മോഡൽ 2006. അതായത് അലവിലും സീറ്റ് കവറും സെറ്റും ഒക്കെ ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട്. സെറ്റും ബൈക്കും സബ്ബും ആമ്പും ചേമ്പൊക്കെ ഇതിലുണ്ട്. അത്യാവശ്യം മോശമൊന്നുമില്ല. 2006 അപേക്ഷിച്ച് മോശമൊന്നുമില്ല. അതിന്റെ ഒരു പൈസ അല്ലേ ഉള്ളൂ. 70 റുപ്യ എന്ന് പറഞ്ഞാൽ പേപ്പർ ഇപ്പൊ ഫുള്ള് വാലിഡ്. എന്റെ കയ്യിൽ നിന്ന് വണ്ടി കൊണ്ടുപോകുമ്പോൾ നിലവിൽ എല്ലാ പേപ്പറും മിനിമം 60 ദിവസം വാലിഡ് ഇല്ലാത്ത വണ്ടി ഞാൻ കൊടുക്കൂല. ടാക്സ് ആയാലും ഇൻഷുറൻസ് ആയാലും ബ്രേക്ക് ആയാലും ബെല്ലായാലും ഏതായാലും. 70 രൂപയ്ക്ക് 2006 വണ്ടി ഉണ്ട്. 2006 വണ്ടി. ഇതിലെന്താ ചെയ്യാൻ പറ്റില്ല. നല്ല 4 ടയറും അലവിലൊക്കെ ഉണ്ട്. വലിയ പെരുഞ്ചാൻസ് ആണ്. നല്ല ഒരു ഉപയോഗിക്കണോ എന്താ ഒരു പോപ്പി കൂടെ വാങ്ങാൻ ഒരു പോപ്പി കൂടക്ക് നല്ലൊരു പോപ്പി കൂടക്ക് 1,300 റുപ്യ കൊടുക്കണം. ഞാൻ നല്ലൊരു കുട വാങ്ങി മനസ്സിലായി. ഒറ്റ കുടന്റെ വില 1,300 റുപ്യ. വണ്ടിക്കാകെ 70 റുപ്യ ഉള്ളൂ. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ഗംഭീര ഓഫർ വണ്ടി ഇതാണല്ലേ? അതെ അതെ അതെ. കിട്ടൂല. ഇത് 2006 മോഡൽ. 2007 തന്നെ പറയാം. 2027 വരെ എല്ലാ പേപ്പറും വാലിഡ് ഉള്ള ഈ ക്ലാസ് വണ്ടിയാ. അതായത് പണ്ടത്തെ തനത് ബെൻസിന്റെ ഒരു ലുക്കുള്ള വണ്ടി അല്ലേ? അതെ അതെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കിരീടം വെക്കാത്ത രാജാവല്ല, കിരീടം വെച്ച രാജാവ്. ഈ 280 പറഞ്ഞ സാധനമാണ്. ഇതിനകത്ത് നല്ല 4 കട്ട പുത്തൻ ടയർ ഉണ്ട് അല്ലേ? പുത്തൻ ടയർ, ഗുഡിയറിന്റെ 4 പുത്തൻ ടയർ. ഒന്നും ഇതിമ്മ കുറവില്ല. എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് ആ. ഒരു സാധനം വർക്കിംഗ് ഇല്ലാത്ത AC ആവട്ടെ, പവർ സ്റ്റാറിംഗ് ആവട്ടെ, പവർ വിൻഡോ ആവട്ടെ, എല്ലാ സാധനവും. അതാണ് നമ്മളൊരു വണ്ടിയിൽ നോക്കേണ്ടത്. സത്യസന്ധമായിട്ട് പറഞ്ഞാല് ഈ വണ്ടി ഇവിടെ കണ്ടപ്പോൾ ഞാനൊന്ന് ഓടിച്ചു നോക്കി കേട്ടോ.
സാധനം എഞ്ചിനും ഗിയർ ബോക്സ് എന്താ സ്മൂത്ത് അല്ലേ. ഇതിപ്പോ ഇന്നലെ എന്താ ഇതൊന്നും ഇപ്പൊ നമ്മൾ ഇതിലും അത് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാം. ഇന്നലെ 200 കിലോമീറ്റർ ഞാൻ ഓട്ടിക്കണം. നമുക്കൊരു കമ്പാണല്ലോ ഒരു ബെൻസൊക്കെ കാണുമ്പോൾ. അപ്പൊ ആ ഒരു കമ്പത്തിൽ നമ്മൾ 200 കിലോമീറ്റർ ഞാൻ ഇന്നലെ ഓട്ടി നോക്കിയത് ഈ വണ്ടി. പിന്നെ ഇന്ത്യയിലൊക്കെ ആവറേജ് ആണ്. ഒക്കെ ഒന്ന് എടുത്തിട്ട് ചെറിയ പണികളൊക്കെ എടുക്കാനുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കറിയില്ല അതിനെ പറ്റി കൂടുതൽ. ഇതൊക്കെ ഒറിജിനൽ ആണ്, കമ്പനിയാണ്. കമ്പനി സീറ്റ് ഏതൊക്കെ എന്നാലും ഇതൊക്കെ ഉപയോഗിച്ചോലെ സമ്മതിക്കണം. 2007 വണ്ടിക്കൊക്കെ ചെന്ന് ആലോചിച്ച് നോക്കി. ഈ കണ്ടീഷനിൽ ഇപ്പോൾ ഇതിന്റെ സീറ്റും ഇന്റീരിയർ കൊണ്ടെടുക്കണല്ലോ. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അടക്കം ഇലക്ട്രിക്കലി വരും. അതൊക്കെ വർക്കിംഗ്, മിറർ ഫോൾഡിങ്, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, സൺറൂഫ് അടക്കം വർക്കിംഗ്. ഒന്നും വർക്കിംഗ് ഇപ്പൊ നിലവിലില്ലാത്തതില്ല. ശരി, ഇതിപ്പോ 2006 മോഡൽ രജിസ്ട്രേഷൻ 27 വരെ എല്ലാ പേപ്പറും വാലിഡ്. കിലോമീറ്റർ പറയണ്ട. കിലോമീറ്റർ ഇതിലുള്ളത് 1 ലക്ഷം കിലോമീറ്റർ. അതൊന്നും ഞാൻ പറയില്ല. അതേമാതിരി എത്ര ലക്ഷം ഓടിയെന്ന് പഠിച്ചോലെ അറിയുള്ളൂ, എനിക്കറിയില്ല. പിന്നെ നിലവില് ഓടിച്ചതിൽ പ്രശ്നമൊന്നുമില്ല. നിലവിൽ പക്കയാണ് വണ്ടി. പിന്നെ ഇപ്പൊ ഈ ബെൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഇതൊക്കെ കിരീടം വെക്കാത്ത ഒരു രാജാവ്. ഇതൊക്കെ ഒരു മനുഷ്യന് ഒരു ആഗ്രഹക്കാരൻ ഉണ്ടാവുമല്ലോ. ദുനിയാവിലൊരു ബെൻസ് വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹക്കാരൻ നമ്മളൊരു ബെൻസ് കൊടുക്കാന്നുള്ളതാ. ഇത് പിന്നെ മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജറും ഇല്ല, കുഞ്ഞോ മൈനറും ഇല്ല. ഇതിലിപ്പോ നമുക്ക് നോക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇക്കുമത്ത് വെച്ചിട്ട് നമ്മൾ നോക്കിയത്. ഓണർഷിപ്പ് ആണെങ്കിലോ? ഓണർഷിപ്പ് ഈ നിലവിൽ 3 4 ആയിട്ടാണ്. അതിലെത്ത് 2006 2007 വണ്ടി എത്താൻ 4 ആയി 5 ആയി എന്താ കുഴപ്പം? ഇത് വില ഏറ്റവും ഹൈലൈറ്റ് വില. ഇതൊന്നും നമുക്ക് എന്താ വീഡിയോയിൽ പറയാൻ പറ്റില്ല. ആൾക്കാർ ചിലപ്പോൾ ചീത്ത അറിയും. അപ്പൊ അങ്ങനത്തെ ഒരു വില ഞാൻ പറയുന്നത്. ഇപ്പൊ പ്രീമിയം വണ്ടി ചെയ്യുന്ന ആൾക്കാരൊക്കെ നാട്ടിലുണ്ടല്ലോ കുറെ. ഓലൊക്കെ എന്ത് ചെയ്യുന്ന എവിടുന്ന അപ്പം വെറുതെ കൊടുക്കണമെന്നൊക്കെ ചോദിക്കും. അതൊന്നും നോക്കണം. നമ്മൾ ഒറ്റ വില ഇതിന് പറയുള്ളൂ. ജീവിതത്തിൽ ഓരോ മനുഷ്യന്മാർക്ക് ഒരു മെർസിഡസ് ബെൻസ് വാങ്ങണം എന്നുള്ള ആഗ്രഹക്കാരന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുതൽ നമ്മൾ കൊടുക്കും. ശരി, നിലവിൽ അറിയുന്ന ഏത് മെക്കാനിക്കിനും ഇവർക്ക് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യും. അല്ല കാസർഗോഡ് തിരുവനന്തപുരത്തും കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള കച്ചവടം ഇപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒറ്റ വില നമ്മൾ പറയും. അതായത് 2006 മോഡൽ 7 രജിസ്ട്രേഷനിൽ വരുന്ന E280 ഡീസൽ, അതെ, ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ, എല്ലാ ഓപ്ഷനും. ഇപ്പൊ നമ്മൾ വെറുതെ കലാമ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വന്നിട്ട് ആൾക്കാർ വന്ന് നോക്കിക്കോട്ടെ. എസിയും പവർ സ്റ്റാറിംഗും പവർ വിൻഡും സൺറൂഫും മിറർ ഫോൾഡിങ്ങും ഒക്കെ വർക്കിംഗ്. ഒറ്റ വില പറയുള്ളൂ. 2,75,000. എന്താ 2,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ ഈ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത്രയും നീറ്റ് വണ്ടി. ഇത് ഞാൻ പറഞ്ഞത് ഞാൻ പേഴ്സണലി ഞാൻ ഓടിച്ചു നോക്കിയതിന്റെ ഇതില് വണ്ടി എഞ്ചിനും ഗിയർ ബോക്സും അതിന്റെ പോർച്ചിൽ മുതൽ ഇങ്ങനെ കിടക്കുമ്പോ എന്താ വേറെ തന്നെ പോളിഷ് ഒക്കെ ചെയ്ത് അടിപൊളിയാവട്ടോ. വണ്ടി നല്ല ലുക്ക് ആവട്ടോ. വേറെ മേജർ സ്ക്രാച്ചസ് ഒന്നും ഇല്ല അല്ലേ. പിന്നെ ഇതിലൊക്കെ ഉള്ള ഒരു വിഷയം എന്താ ഞാൻ പറഞ്ഞോട് പറയാം. ഇതൊക്കെ കൊട്ടടക്കും കുരുമുളകും കയ്യിലുള്ള മാതിരിയാ. കൊല്ലം പഴകും തോറി വണ്ടിക്ക് വില കൂടും. എന്താ വിന്റേജ് എന്താ ഇതൊരു സംഗതി പറയുന്നുണ്ടല്ലോ. ഇത് വിന്റേജ് ആവാൻ കുറച്ച് അധികം പറയേണ്ടി വരും. അതൊന്നും വേണ്ട, അതൊക്കെ അതിൽ പോണ സംഗതിയാണ്. ശരി, അപ്പൊ എന്തായാലും നോക്കിക്കോട്ടെ അല്ലേ. ലോണോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല. എങ്ങനെ ലോണൊന്നും കിട്ടൂല. ലോണ് മോനെ ഇതിനൊക്കെ കടിച്ചിട്ട് നയിക്കുന്നതിനെ തൊള്ളി പല്ലി പറഞ്ഞ മാതിരി തിരിഞ്ഞു കുറെ ലോൺ ഇല്ലായിട്ടാ. ഇതാണെങ്കിലോ ഇന്നോവ, ഇതൊരു വെറൈറ്റി കളർ. വെറൈറ്റി കളർ. ഇത് നമ്മളെ മറ്റേ ഇതിന്റെ കളർ എന്തായാലും പറയാം, ഡിഫൻഡറിന്റെ കളർ അടിച്ചതാ പോലെ. ഇതിപ്പോ ഏതാ മോഡൽ? 70,000 റുപ്യ കൊടുത്താണ് ആ പാർട്ടി. നമ്മൾ പിന്നെ ജാതി മോഡൽ കുറഞ്ഞ വണ്ടി എക്സ്ചേഞ്ചിന് എടുക്കുള്ളൂ. നമ്മൾ തിരുവനന്തപുരത്താറ് കയ്യിൽ നിന്ന് എക്സ്ചേഞ്ചിന് എടുത്താൽ. മോഡൽ ഏതാ? മോഡൽ 2008. ഇത് 8 വണ്ടിയാ? 8, 8, 18, 5, 23, 5, 28 വരെ എല്ലാ പേപ്പറും വാലിഡ്. അതെ അല്ലേ. ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം അടിപൊളിയാണ്. ഓവറോൾ വണ്ടി നല്ല വൃത്തിയുണ്ടല്ലോ അല്ലേ. അതായത് ഇതിന്റെ അഡീഷണൽ നോക്കിയപ്പോ ഈ കമ്പനി പിന്നെ ഇന്നോവന്റെ കമ്പനി വീന്റെ അലവിയിലുണ്ട്, പ്രൊജക്ടർ ലൈറ്റ് ഉണ്ട്. ആ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ 10,20,000 റുപ്യന്റെ ആൻഡ്രോയിഡ് ആണ് ആ സാധനം. നല്ല സീറ്റ് കവർ ഒക്കെ പുളകം കൊള്ളണ ജാതി സീറ്റ് കവറും ഉണ്ട്. മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട്. 2008 അപേക്ഷിച്ച് നല്ലൊരു വെടിച്ചില്ലം വണ്ടി തന്നെ പറയാം. മോഡലും കൂടി നമ്മൾ നോക്കണല്ലോ ഇതില്. അതെ, ഫ്രണ്ടിലെ മൊത്തം സാധനം മാറിയതായതുകൊണ്ട് ഒന്നും ചോദിക്കുന്നില്ല. എന്തെങ്കിലും കൊടുക്കും ഇത് നമ്മൾ ചെറിയൊരു പൈസ തന്നെയാണ് ഇതിനും. ഒറ്റ വില നമ്മൾ പറയുള്ളൂ. ഇതിനൊന്നും ബാർഗനിങ് ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ജനങ്ങൾക്ക് ഒരു മുതൽ കൊടുക്കാന്നുള്ളതാണ് ഇപ്പൊ ഇതൊക്കെ പറയണേ. എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ, ഓരോ മനുഷ്യന് ഞാൻ എന്താ നമ്മളിത് കഥ പറയല്ല. മനുഷ്യന് ഓരോ ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങളാണ്. നമ്മളൊരു പഠിച്ചൊരു പൊസിഷനിൽ എത്തുക, ഒരു ഗൾഫ് പോവാ, ഒരു ജോലി വാങ്ങുക, ഒരു പെണ്ണ് കെട്ടുക, ഒരു വീട് വെക്കുക, പിന്നെ ഒരു ഇന്നോവയും വാങ്ങുക. അതാണല്ലോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആഗ്രഹം. അപ്പൊ ആ ആഗ്രഹക്കാരൻ എന്താ ചെയ്യുക, എല്ലാവരോടും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല. 10-15 ലക്ഷം കൊടുത്ത് ഇന്നോവയും ക്രിസ്റ്റിയും വാങ്ങാൻ കഴിയൂല. അപ്പൊ അങ്ങനത്തെ പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബെൻസും ഈ ഇന്നോവയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സമർപ്പിക്കുന്നത്. ഒറ്റ വില പറയുള്ളൂ, 2,90,000 റുപ്യക്ക് കൊടുക്കാം. അതും 2,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് ഇത്രയും ക്വാളിറ്റി ഉള്ള ടൈപ്പ് 4 വരുന്ന 8 വണ്ടി. അതെ, ഇനിയിപ്പോ ഇതിൽ വില കുറക്കണമെങ്കിൽ ഓപ്ഷൻ ആയി. നമ്മൾ ഇതിൽ പറഞ്ഞ ആൾക്കാർ കമന്റ് ഇട്ട് പൊങ്കാലിക്കും. അല്ല, വില കുറക്കാൻ ഇതിൽ കഴിയുന്ന പ്രൊജക്ടർ ലൈറ്റും ആൻഡ്രോയിഡും അലവിൽ 50,000 കുറഞ്ഞു. എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ വില എത്രയായി? 2,40,000. അതെ, ഇനി അടുത്ത ഒരു 1.5 സാധനം ഹെക്സ് നമ്മൾ ഇവിടെ അധികം കാണിക്കാത്തൊരു വണ്ടി അല്ലേ. അതെ അതെ, ഇത് നമ്മൾ കണ്ണൂർക്കാരെ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ചിന് എടുത്ത വണ്ടി. ഏതാ മോഡല്? 2018 ഹെക്സ് എന്ന് ആലോചിക്കണം കേട്ടോ. അതായത് 7 സീറ്റർ ടാറ്റയുടെ ഒരു കിഡിലൻ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഇത് വേരിയന്റ് XM. എങ്കിലും എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. 7 സീറ്റർ ആണ്, വലിയ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത വലിയൊരു വണ്ടി. അതെ, ഇതൊക്കെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടി തന്നെയല്ലേ ടാറ്റന്റെ? ഇതിപ്പോ നിർത്തി തോന്നുന്നു. എനിക്കറിയില്ല ഇതിനെപ്പറ്റി. ഇതെന്തായാലും വണ്ടി ഉണ്ടല്ലോ, ഓടിച്ച നമ്മളെ ടാറ്റ സഫാരിന്റെ ഒരു കാറ്റഗറിയിലാണ് വരും. ഇത് അടിപൊളി സാധനം. വണ്ടി ഇങ്ങനെ വിട്ടാണ്ടല്ലോ, എനിക്ക് കേൾക്കണം. ആ ജാതി വിടല് വിടാൻ പറ്റിയ വണ്ടി അത്. 7 സീറ്റർ ആണ്, അത്യാവശ്യം മൈലേജ് ക്വാളിറ്റി എല്ലാം ഉള്ള നല്ലൊരു വണ്ടി അല്ലേ. അതെ, റീപ്ലേസ് ഉണ്ടേക്കാം.
റീപ്ലേസ് ആയിട്ട് ഒന്നും ഇതിന് പറയാനില്ല. കിലോമീറ്ററോ? കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 1 സംതിങ് 1:20 1:38 ഓടിയിട്ടുള്ളൂ. അതൊന്നും ടാറ്റന്റെ സർവീസ് ഒന്നും എനിക്കറിയില്ല, നമുക്ക് ടാറ്റയായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ എന്നോട് പറയപ്പെടുന്നത് നമുക്ക് 50 കിലോമീറ്റർ ഓണം ടാറ്റയ്ക്ക്, അവിടെ മറീന മോട്ടോഴ്സ് ഒന്നും നമുക്ക് യാതൊരു ബന്ധമില്ല. ടയോട്ട ആണെങ്കിൽ നമുക്ക് ബന്ധങ്ങളുണ്ട്. അപ്പൊ ഇതിലുള്ള കിലോമീറ്റർ ഇൻഷുറൻസ് ഇല്ല നിലവിൽ. നമ്മൾ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഇതിന് എല്ലാ കച്ചവടക്കാരും ചോദിച്ചാൽ എന്റെ അറിവിൽ 8 ലക്ഷം റുപ്യ ആവുന്നില്ല. 8 8.5 നമ്മൾ അറിയുന്ന നമ്മളിപ്പോ നമുക്ക് അറിയാത്തൊരു ഇൽമ അറിയുന്നവരോട് ചോദിക്കും. ഒരു എക്സ്ചേഞ്ചിന് വരുമ്പോൾ 2018 XM എത്രക്ക് എടുക്കാന്ന് ചോദിച്ചാൽ ഒരു ഡീലർ 1 2 3 ഡീലർമാരെ നമ്മൾ വിളിക്കുമ്പോൾ അതിന്റെ ഇത് വില നമുക്ക് കിട്ടും. അപ്പൊ അതൊന്നും നമ്മൾ നോക്കണ്ട. 8 8 ചോദിക്കും, നമുക്ക് ഒറ്റ വിലക്ക് കൊടുക്കും. 6 ലക്ഷം റുപ്യക്ക് മുതൽ കൊടുക്കും. അതായത് ആലോചിക്കണം, 2018 XM 6 ലക്ഷം റുപ്യക്ക്. അതിന് ലോൺ വേണ്ട ആളുകൾക്ക് 7 ലക്ഷം റുപ്യ 8 ലക്ഷം റുപ്യ നമ്മളെ ബാങ്കും കൊടുക്കാറ്. ഒരു റീപ്ലേസ് ഇല്ലാതെ ഗ്യാരണ്ടി. പിന്നെ വരുന്ന ആൾക്കാർ ബന്ധു കൊണ്ടുപോയി ചെക്ക് ചെയ്യിച്ചോളിന്ന്. മുതൽ സാധനമാണ്. അതെ അതെ അതെ, ഇഡിലം വിലക്ക്. ഞാൻ അതോ അതിന്റെ നമ്പർ ഹൈലൈറ്റ് 111111 ഉണ്ട്. അതൊന്നാണ്. അതുപോലെ തന്നെ ടവേരയാണെങ്കിലോ? ടവേര 2008 മോളെ. ഇതിപ്പോ കൂടുതലൊന്നും പറയാനില്ല. പേപ്പർ ഉണ്ടോ? 2008 ആകുമ്പോ 8 18 5 23 5 28 വരെ പേപ്പർ ഉണ്ട്. എന്തെങ്കിലും അപാകത ഉണ്ടോ? 2008 ടവേരക്കൊക്കെ എത്താ അപാകത നോക്കാൻ പറ്റുമോ? അല്ല ചോദിക്കണേലും ഒരു ഇത് വേണ്ടേ? 2008 വണ്ടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് കാവനൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. 10 കൊല്ലമായിട്ട് ആ കുട്ടി ഉപയോഗിച്ചിരുന്ന വണ്ടിയാ. ഓനൊരു ആഗ്രഹമാണല്ലോ. ഓരോ മനുഷ്യന്മാർ വെച്ചടി അങ്ങനെയുള്ള കയറല്. SLC കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത ഡിഗ്രിക്ക് പോകല്. അപ്പൊ ഓനെ നമ്മൾ ഇന്നോവ കൊടുത്തു. എന്നോട് പറഞ്ഞു 26 ഓനെ നമ്മൾ ക്രിസ്റ്റിൻ കൊടുക്കാറുണ്ട്. ഇതിപ്പോ നമുക്ക് 2008 ഫുൾ പേപ്പർ വണ്ടി നമ്മൾ ഒറ്റ വില ഇതിന് പറയുള്ളൂ. 140 റുപ്യക്ക് കൊടുക്കാം. 140 ലോൺ കിട്ടില്ല. 1,40,000 ആവശ്യക്കാർക്കാണെങ്കിൽ ഒരു 10-25 റുപ്യ. ഈ അടുത്ത പ്രദേശത്തുള്ള ആൾക്കാർക്ക് 10-25 റുപ്യ മദ്രാസ് കിട്ടും. ഇതിപ്പോ വണ്ടി ഓൾക്ക് ഏതും ആക്കാലോ. സർക്കാരിന്റെ പൈസ അടച്ചാൽ ടാക്സി ആക്കാം, പ്രൈവറ്റും ആക്കാം. അതിലൊന്നും നമ്മുടെ അടുത്തുള്ള ഏത് വണ്ടിയും ടാക്സി ആക്കാലോ. ശരി, അപ്പൊ ഈ കിടക്കുന്ന കുറച്ച് വണ്ടികൾ കൂടി കാണിച്ചാൽ നമുക്ക്. അതെ അതെ അതെ. ക്രിസ്റ്റ നമ്മളടുത്ത് ഒരു 10 വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ കാണിക്കണില്ല, കഴിഞ്ഞ വീഡിയോ കാണിച്ചോണ്ട്. ഇത് ഏറ്റവും ന്യൂ ഷേപ്പ് ആക്കിയതാണ്. അതെ 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 അതെ. ഇത് 2016 വണ്ടിയാ. 16 വണ്ടി, സെക്കൻഡ് ഓണർ, 2,20,000 കിലോമീറ്റർ, പ്രോപ്പർ സർവീസ് ഉണ്ട്. നല്ല നീറ്റ് ആണല്ലോ വണ്ടി. നല്ല നീറ്റ് എന്ന് പറഞ്ഞാൽ പുളകം കൊള്ളണ നീറ്റ് തന്നെ. ഡോർ വൈസർ, കാച്ച് കവർ, സ്റ്റെപ്പ്, പിന്നെ ടൈപ്പ് 4ലേക്ക് കൺവെർട്ട് ചെയ്തു. എല്ലാ സാധനവും ഉണ്ട്. ഇതിലൊന്നും കൊണ്ടുപോകണം ഒരു റീപ്ലേസ് ഈ വണ്ടിക്കല്ല. ബമ്പർ, റേഡിയേറ്റർ, ഒരു ഹെഡ്ലൈറ്റ്, ഇതൊക്കെ അതൊന്നും ഇപ്പൊ മേജർ അല്ല. ഇല്ലല്ല, മേജർ കേസ് ഒന്നുമില്ല. 220 പ്രോപ്പർ സർവീസ് ഉള്ള ഒറ്റ വില നമ്മൾ പറയൂ 12,500 റുപ്യക്ക് നമുക്ക്. 12,50,000 പേപ്പർ ആയത് ആകാത്ത കച്ചവടം ഞാൻ ചെയ്യുന്നില്ല. എന്താ പറയുക, ഇല്ലെങ്കിൽ തന്നെ നോക്കിയാൽ ടെൻഷൻ കേട്ടിട്ട് തലയത്തെ മുടി പോയത് ഞാൻ കഴിയൂല. മുടി കൂടി പോയാലേ. ഇത് 2017-18 ഒറിജിനൽ കേരള വണ്ടി. 2 ലക്ഷം കിലോമീറ്റർ. ഇപ്പൊ ടയോട്ടയിൽ കണ്ണൂർ തോട്ടട ഷോറൂമിൽ നിന്ന് സർവീസ് ഇപ്പൊ കഴിഞ്ഞതാ. ക്ലീൻ വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഇത് നമ്മൾ ഒറ്റ വില പറഞ്ഞാൽ മതി. നമുക്ക് 14,500 റുപ്യക്ക് 2017 ഒറിജിനൽ കേരള വണ്ടി കൊടുക്കാം. 17 ഒറിജിനൽ കേരള വണ്ടി. അതും 18 രജിസ്ട്രേഷൻ ഫാൻസി നമ്പർ 2233. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതെ, നമ്മളിപ്പോ എന്താ നമ്മളിപ്പോ 2 കൊല്ലമായിട്ട് ഒരു വണ്ടി മൂടി വെച്ചിട്ടില്ലേ. ഇത് 1-2 ആളുകൾ നമ്മൾ എന്ത് ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്. നമ്മളെ വീഡിയോ അതിന് ഫോട്ടോ എടുത്ത് കാറ്റലോഗിന്ന് ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് വേറെ OLX കയറ്റുക, ഫേസ്ബുക്കിൽ കയറ്റുക, ആ ഒരു പരിപാടി ഇവിടെ തുടങ്ങി. അപ്പൊ നമ്മളിട്ട വിലയിലും 50,000 1 ലക്ഷം കൂട്ടിയിട്ടാണ് പേര് ഇടുന്നത്. പിന്നെ ഞാൻ പട്ടാളക്കാരനാണ്, ഞാൻ CBI-ലാണ് എന്നൊക്കെ പറഞ്ഞാൽ 1-2 വണ്ടി എന്ത് ചെയ്ത് നമ്മളോട് RC ബുക്കൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്തേ ഓരോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ബോർഡ് വെച്ചാൽ നമുക്ക് എന്താ നമ്മൾ തുറന്ന കിതാബ് നമ്മളിൽ ഒളിയും മറിയൊന്നുമില്ല. അത് ഉറപ്പന്നല്ലേ. എന്താ സംശയം? എന്നെ വണ്ടിന്റെ നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ. 14,000 റുപ്യക്ക് നമുക്ക് കേരള വണ്ടി കേട്ടാ. റീവണ്ടി അല്ല, റീവണ്ടിന്റെ വിലക്കാണൊക്കെ കൊടുക്കണേ. ഇത് 2014 V വണ്ടിഞ്ഞോ. 2014 V വണ്ടി. 14 V വണ്ടി. കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 1,80,000 കിലോമീറ്ററാ. 180. ഇത് നമുക്ക് 9 റുപ്യന്റെ വണ്ടി 8.5 റുപ്യക്ക് കൊടുത്തു വിടാം. 8,50,000 അല്ലേ? അതുപോലെ തന്നെ സിൽക്കി ഗോൾഡ് 14 V വണ്ടി. രണ്ടും 14 V വണ്ടി. അതും നമുക്ക് എന്താ ചെയ്യാം, 8.5 റുപ്യക്ക് കൊടുത്തു വിടാം. അതായത് ഇതും 14 V ആണ്, 8.5 രൂപ. അതെ അതെ, ഇതും 8.5 കൊടുക്കാം. അതായത് കിലോമീറ്റർ ഞാൻ പറയാത്തതിന്റെ കാരണം ജെനുവിൻ അല്ലാത്തതുകൊണ്ടാണ്. കിലോമീറ്റർ ചിലത് ഒരു കുട്ടി പറഞ്ഞാൽ ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല അറിയില്ല. അപ്പൊ കിലോമീറ്ററിന്റെ കാര്യം മാത്രം നമ്മൾ ആരും ഗ്യാരണ്ടി പറയണ്ട. അടിപൊളി സ്കേട്ടിങ്ങും പിന്നെ മുന്നിലും സ്കേട്ടിങ്, ബാക്കിലും സ്കേട്ടിങ്, പിറർമലും ആന്റിന് ഇതുമല്ലൊന്നും ഒരു ഉറുപ്പ്യ ചെലവാക്കാല്ല. അതൊരു വണ്ടി ഇപ്പൊ ചെലവാക്കേണ്ട ഒരു മനുഷ്യൻ വരുമ്പോ ഒന്നും ചെലവാക്കാല്ല. നല്ലോണം പണം ഉണ്ട്. നല്ല നീറ്റാണ് വണ്ടി. അലവിയിൽ വെച്ച് ബാക്കി എല്ലാം ഉണ്ട്. ഞാൻ ആവശ്യക്കാരനാണ്. അലവിയിൽ നമ്മൾ ഇട്ട് കൊടുക്കും. റീപ്ലേസ് ഒന്നുമില്ല. എന്താ വിലക്കാ? 13 വണ്ടി.
13 മോഡലാ 13 G4 ടൈപ്പ് 4 ശരി സെക്കൻഡ് ഓണർ വണ്ടി ഒറ്റ വില പറഞ്ഞാൽ മതി 6,75,000 റുപ്യക്ക് കൊടുക്കാം 6,70 കൊടുക്കാം നെഗോഷ്യബിൾ ആവോ ഇത് നെഗോഷ്യബിൾ റേറ്റ് ആണ് കുഞ്ഞായി പറയുന്നത് അന്റെ ഇന്ത്യൻ വീഡിയോന്റെ അന്റെ ഇന്ത്യ ഒച്ചും ചോർക്കും കണ്ട് ജനങ്ങൾ മുതൽ കൊണ്ടുപോകില്ല ജനങ്ങൾക്ക് നല്ല വണ്ടി വിലക്കുറവുണ്ടെങ്കിൽ എന്റെ അടുത്ത് നിന്ന് എടുക്കുള്ളൂ അങ്ങനെയല്ലോ ജനങ്ങളിൽ നൂറ്റിക്കണക്കിന് ചാനലുകാരും നൂറ്റിക്കണക്കിന് നമ്മളിപ്പോ അന്റെ മാത്രമേ പൂട്ടലുള്ളൂ നൂറ്റിക്കണക്കിന് ചാനൽ യൂട്യൂബും ഫേസ്ബുക്കിലും മറ്റേലും മറിച്ചിലും ഉണ്ട് ആളുകൾ ഇതൊക്കെ മൊത്തം കാണും ഒഴിഞ്ഞിരിക്കുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എവിടെയാണോ ക്വാളിറ്റി എവിടെ നല്ല വണ്ടി അവിടുന്ന് മുതലെടുക്കുള്ളൂ അത്രേ ഉള്ളൂ അന്റെ ഇന്ത്യ ചോർക്കണ്ടാണെന്ന് ആൾക്കാർ വണ്ടി കൊണ്ടുപോകില്ല ആ കാലൊക്കെ കഴിഞ്ഞു ഇതാണെങ്കിലോ ഇത് 13 V വണ്ടി 13 V വണ്ടി നമുക്ക് 8 റുപ്യന്റെ വണ്ടിയാണ് 7 റുപ്യക്ക് കൊടുത്തു വിടാം അതും നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ് വേറെ ആക്സിഡന്റ് മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല മേജർ ഒന്നുമില്ല മേജർ എന്ന് പറയുമ്പോൾ എന്താ മേജർ ആയിരിക്കണം അല്ലാതെ ഒരു 50,000 റുപ്യന്റെ ക്ലെയിം ആണ് എന്റെ കണക്കിലെ മേജർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബോണറ്റ് അതെ അപ്രോണ് പോവാ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ മേജർ എന്ന് പറഞ്ഞാൽ ചേസിന് അടി കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ ഇതും 13 V വണ്ടി ഇത് 8 റുപ്യാണ് ഒരു 7,90 നമുക്ക് കൊടുക്കാം ശരി അപ്പൊ എന്തായാലും ഈ എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി കൂടി കാണിച്ചാൽ ഇതാണെങ്കിലോ ഇത് 2013 G4 വണ്ടി 13 G4 അല്ലേ അതെ അല്ല നീറ്റാണ് എന്താ വില ഇതാവുമ്പോ നമുക്ക് ഒരൊറ്റ വില പറയുന്നുള്ളൂ 6,4 റുപ്യക്ക് കൊടുക്കാം 6,4 റുപ്യക്ക് അതായത് ഈ കാണിച്ചതിൽ കുറെ എണ്ണം G4 ആണ് അതുപോലെ തന്നെ പിന്നെ V ഉണ്ട് ഇപ്പൊ വേറെ ഇവിടെയും ഞാൻ കുറച്ച് മോഡൽ കൂടിയ വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ പിന്നെ ഇപ്പൊ വരുന്നവര് ഇപ്പൊ ഇന്ത്യയിലൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഒന്ന് അയച്ചു കൊടുക്കണേ ഞങ്ങളെ ഞാൻ പറഞ്ഞില്ല ഇതിൽ നമ്മൾ 4 നമ്പർ കൊടുക്കേണ്ട ഈ 4 നമ്പറിൽ നമ്മളെ വാട്സ്ആപ്പ് കാറ്റലോഗ് ഉണ്ട് അതിലേക്ക് ഒരു ഹായ് വിട്ടാൽ നമ്മളെ ലിങ്ക് കിട്ടും ഈ ലിങ്ക് കയറിയാൽ നമ്മളെല്ലാ വണ്ടിന്റെ അതിൽ ഫോട്ടോ ഒന്നും മൂടി വെച്ചിട്ടുണ്ടാവില്ല അതിൽ ഇന്ന മോഡൽ വണ്ടി ഇത്ര ഓണർ ഇത്ര കിലോമീറ്റർ എല്ലാ ഡീറ്റെയിലും അതിലുണ്ടാവും വിലയിൽ ഞാൻ കുറക്കണമെങ്കിൽ നമുക്ക് അതിൽ എന്ത് ചെയ്യുള്ളൂ ചെയ്യാനേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഏകദേശം ഒരു 10, 55, 60ഓളം ഇന്നോവ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ ഇവിടെ കിടക്കുന്നത് മാത്രം നോക്കണ്ട അപ്പോൾ എന്തായാലും ഈ ബെൻസ് നിങ്ങൾ മിസ് ചെയ്യേണ്ട ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ എന്തായാലും ഇപ്രാവശ്യം കിട്ടുന്ന വണ്ടിയാണ് നോക്കിക്കോളൂ അപ്പോൾ എന്തായാലും നമ്മുടെ മലപ്പുറം ജില്ലയിൽ മോങ്ങത്ത് സ്ഥിതി ചെയ്യുന്ന റെഡ് ബെൽ യൂസേഴ്സ് അല്ലേ മോങ്ങ അങ്ങാടി തന്നെയാണ് ഇവിടെ ലൊക്കേഷൻ വരുന്നത് ജസ്റ്റ് ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് വിടും അപ്പോൾ എന്തായാലും നല്ലൊരു ടൊയോട്ട വണ്ടി അതുപോലെ ലോ ബഡ്ജറ്റ് വണ്ടി ബെൻസ് വേണമെങ്കിൽ ലോ ബഡ്ജറ്റ് ബെൻസ് ചെറിയൊരു പൈസക്ക് നമ്മൾ ബെൻസ് കൊടുത്തില്ലാന്നുള്ളൊരു പരാതി ഓക്കെ അപ്പോൾ എന്തായാലും ടൊയോട്ടയുടെ വണ്ടി നോക്കുന്ന ആളാണ് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഇവിടെ വണ്ടി എടുക്കുന്ന ഞാൻ ആരോടും പറയില്ല വന്ന് നോക്കുക വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക എന്നിട്ട് വേണമെങ്കിൽ വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിലകൊണ്ടും പാകേണ്ട വണ്ടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് ഒരാളെ നമുക്ക് നിർബന്ധിക്കണ്ട ഇവിടെ വന്ന് അല്ല അത് നിർബന്ധിക്കണ്ട നമ്മൾ ഈ തരിക എന്നാ പറയും നിങ്ങൾ അവിടെ എന്താ വയനാട്ടിൽ എന്താ പറയാൻ നമ്മൾ തലയിൽ വെക്കാൻ വേണ്ടി ചുമട് വെക്കാൻ വേണ്ടി ഇടയിൽ ഒരു സാധനം വെക്കും അത് വെച്ചാണ്ട് ഏറ്റിച്ചിനെ കച്ചവടം ഒന്നും ഇവിടെ ആരെടുത്തില്ല കാര്യങ്ങൾ വിട്ടു തുറന്ന് പറഞ്ഞു കൊടുക്കുക 100 വട്ടം കബൂലുള്ളവർ എടുക്കുക ഇവിടെ വന്നാൽ നിങ്ങൾ എടുത്തിട്ട് പോകും അതാണ് പ്രശ്നം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് വണ്ടികൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു തന്നു പിന്നെ ഇന്ത്യയിലൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക അല്ലേ അത് നമ്മളെന്താ പറയുക ബാഗായിട്ട് പറയല്ല 2006 തൊട്ടുള്ള എല്ലാ ഇന്നോവകളും 16 വരെയുള്ള ഇന്നോവകൾ നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് ക്രിസ്റ്റ ആണെങ്കിൽ അതുണ്ട് ഫോർച്യൂണർ ആണെങ്കിൽ അതിന് എല്ലാത്തിനും നമ്മൾ നിങ്ങൾക്ക് വിളിക്കാം നമ്മൾ 4 നമ്പർ കൊടുക്കുന്നുണ്ട് 4 കാറ്റലോഗ് ഉണ്ട് നമ്മളെ ലൊക്കേഷൻ വീണ്ടും പറയാണ് മലപ്പുറം ജില്ലയിൽ മോങ്ങ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മോങ്ങ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടോട്ടിക്കും 10 കിലോമീറ്റർ മഞ്ചേരിക്കും 10 കിലോമീറ്റർ മലപ്പുറത്തേക്കും 10 കിലോമീറ്റർ ഇതിന്റെ 3ന്റെ സംഗമ ഭൂമിയാണ് ഇത് മോങ്ങം പോസ്റ്റ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ ലൊക്കേഷൻ പിന്നെ ഗൂഗിൾ അടിച്ചാലും കിട്ടും റെഡ് ബെൽ യൂസർ കാരണം അടിച്ചാൽ അപ്പം നമ്മൾ ആദ്യം പോട്ടെ നമ്മളതാ വരിക ഓക്കെ അപ്പോൾ എന്തായാലും എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാണ് കിടിലൻ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ